എൻ്റെ ഒരു മൂന്നാർ യാത്രക്കിടയിൽ ഞാൻ പകർത്തിയതാണ് ഈ ഒരു ട്രാക്ടറിനെ. കാണുമ്പോൾ വളരെ മനോഹരവും നമുക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്നൊരു മോഡലും, അതുപോലെ തന്നെ എൻ്റെ കളർ മഞ്ഞ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എടുപ്പുള്ള വണ്ടിയാണ്. ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിലുകൾ തിരക്കിയ സമയത്ത് ഇതിൻ്റെ നമ്പർ KLI 1944. ഈ വാഹനത്തിന് ഏകദേശം 40 വർഷവും 5 മാസവും പ്രായമാണ്. അതായത് ഇതിൻ്റെ RTO രേഖകൾ പ്രകാരം ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1984 ഡിസംബർ 27-ാം തീയതിയാണ്. നിലവിൽ ഈ വാഹനം ദേവികുളം RTOയുടെ കീഴിലാണ് ഉള്ളത്. ഇത്രയും പഴക്കമുള്ള ഈ ഒരു വാഹനം ഇപ്പോഴും സൂക്ഷിച്ച് മീൻസ് നല്ലവണ്ണം പരിപാലനം ചെയ്ത് ഈ വണ്ടി ഇപ്പോഴും നിരത്തിൽ ജോലി ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാറിലെ എസ്റ്റേറ്റുകളിൽ തേയിലയും കൊണ്ട് പോകാനും വിറകെടുക്കാനും ഒക്കെ നമ്മൾ മൂന്നാറിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് ഈ വാഹനം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം മൂന്നാറിൽ ടൗണിൽ നിന്നുള്ള ടൗൺ തിരിവുകളും അതേ കണക്ക് തന്നെ ടോപ്പ് സ്റ്റേഷന് എല്ലാ തേയിലത്തോട്ടങ്ങളിലും ഈ വാഹനം ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ പൊല്യൂഷൻ ഡീറ്റെയിലുകൾ നോക്കുന്ന സമയത്ത് ആഗസ്റ്റ് 11-ാം തീയതി വരെ എല്ലാം പ്രോപ്പറാണ്. അതായത് ഈ വർഷം ആഗസ്റ്റ്, ഇനിയും സമയമുണ്ട്. അതായത് നിലവിൽ വണ്ടിയുടെ പേപ്പർ ഭാഗം എല്ലാം പക്ക ആൻഡ് കറണ്ടാണ്. ഈ വണ്ടി നമ്മൾ അന്ന് മുതൽ ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽ തിരക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കീഴിൽ വരുന്നൊരു വാഹനമാണ്. അവർ ഇറക്കിയൊരു വാഹനമാണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 35 HP to 50 HP ആണ്. അതിൻ്റെ എത്രത്തോളം ശരിയായ വശങ്ങൾ എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ നെറ്റിൽ പെരുതയപ്പോൾ കിട്ടിയ ഡീറ്റെയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടി നേരിട്ട് കണ്ടതിൽ നിന്ന് ഞാൻ പറയാം, വണ്ടി പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ചില വണ്ടികൾ, അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വീട്ടിൽ ഷെഡിലിട്ടിരിക്കുന്ന കണക്കൊരു വണ്ടിയല്ല. നിലവിലിത് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ദേവികുളത്ത് ഒരു പൊല്യൂഷൻ സെൻറ്ററിൽ വന്ന് ഈ വണ്ടി പൊല്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും ആ ഡ്രൈവർ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകാനോ മറ്റോ ആണ് വന്ന് പൊല്യൂഷൻ എടുത്തുകൊണ്ട് പോകണത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അവിടെ RTOയും ഗണേഷ് കുമാർ മൂന്നാറിൽ വന്നപ്പോഴത്തേക്ക് കരിങ്കൊടി കാണിച്ചായിരുന്നല്ലോ ഡ്രൈവർമാർ. അപ്പോൾ അതിനെ തുടർന്നും അവിടെ ഒരുപാട് പെട്ടെന്ന് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസമാണ് ഈ വണ്ടി അവിടെ ഞാൻ കണ്ട ദിവസം ഞാൻ അവിടെ പോയത്. അപ്പോൾ അന്നാണ് അവിടെ എല്ലാ വണ്ടികളും പൊല്യൂഷൻ എടുക്കാൻ കൊണ്ടുവന്ന സമയത്താണ് ഈ വണ്ടി ഞാൻ കാണുന്നത്. അപ്പം ഇത് ഭയങ്കര ഒരു കൗതുകം. എത്ര നാൾ ഇത് ഓടുമെന്ന് അറിയത്തില്ല. പക്ഷേ അവിടുത്തെ നിരത്തുകൾ, അതായത് ഈ തേയിലക്കാടുകളുടെ ഇടയിൽ കൂടെ പോകാൻ ഇത് വളരെ ഈ നിലവിലെ ട്രാക്ടറിനെക്കാട്ടും കുറഞ്ഞുകൂടെ ഒരു ഒതുങ്ങിയ മോഡലാണ് ഇത് കേട്ടോ. അത് മാത്രമല്ല ഭയങ്കര ഭംഗിയാണ്. എന്തൊക്കെ പറയുന്നത്, വേറെ ഒന്നുമല്ല, ഈ വണ്ടി ഭയങ്കര ഒരു ക്യൂട്ട്നെസ്സാണ് നമുക്ക് ഈ വണ്ടി കാണുമ്പോഴത്തേക്ക്. ആ ഒതുങ്ങിയ ഷേപ്പും പിന്നെ ആ ബാക്കിൽ ക്ലിപ്പൊക്കെ ചെയ്ത് കൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഹോണടിയും വണ്ടി ഭ്രാന്തന്മാർക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ വണ്ടി.